പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവത്തെ ആരാധിക്കുന്ന സമയം പാടി യേശുവിനെ ആരാധിക്കുന്നു. ഈശോയെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിക്കുകയാണ്. ഇവിടെ എല്ലാ ബലഹീനതകളും പാപങ്ങളും അശുദ്ധിയും പഴക്കദോഷങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ മധ്യാഹ്നത്തിൽ നമ്മൾ യേശുവിനെ ആരാധിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കർത്താവ് നമ്മുടെ എല്ലാ കുറവുകളിലേക്കും കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ബലഹീനതകളിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തിൽ ഒരുപാട് ആളുകൾ പാപത്തിന്റെ ആ ബന്ധനത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ പാപകരമായ അവസ്ഥയിലേക്ക് യേശുവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. നമ്മളെന്ന് ആദ്യം പാപത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്ക് യേശു കടന്നു വരട്ടെ. യേശു രക്ഷകനാണെന്ന് പറഞ്ഞാൽ അർത്ഥം പാപിയായ വ്യക്തിക്കാണ് അത് ആവശ്യം. ഞാൻ പാപിയായതുകൊണ്ട് എനിക്ക് രക്ഷ ആവശ്യമാണ്. എൻ്റെ യേശു രക്ഷകനാട്ടിലേക്ക് വരുന്നത് ഞാൻ പാപിയായതുകൊണ്ടാണ്. അത് അംഗീകരിക്കുകയും യേശുവിനെ നമ്മുടെ പാപത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാണ്. യേശു കടന്നു വരട്ടെ. കരങ്ങൾ രണ്ട് ഈശോയുടെ പക്കലേക്ക് തുറന്നു പിടിക്കാം. മനസ്സ് രണ്ടും തുറന്നു കൊടുക്കാം. ഹൃദയമെല്ലാം തുറന്നു കൊടുക്കാം. രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പാപകരമായ എല്ലാ അവസ്ഥകളിലേക്കും കർത്താവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് വലിയ വിശ്വാസത്തോടെ വലിയ ബോധ്യത്തോടെ പാപത്തിന്റെ കെട്ടഴിക്കാൻ വേണ്ടി കടന്നു വരുന്ന കർത്താവിനെ, പാപത്തിന്റെ ബന്ധനങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്ന കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിന്റെ ബന്ധനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കുക. യേശു ഒരു വിടുതലിന് അനുഭവം നൽകാൻ മതിയായവനാണല്ലോ. ജനത്തിന്റെ ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലത്ത് നമ്പരാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ പണമൊക്കെ ഉണ്ടാക്കി ഒരു ദുഷ്ടമായ ജീവിതം നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥകളിലേക്ക് ഇപ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉത്തരപ്പ് കടകളുണ്ട്, വീട്ടാമെന്ന് പ്രതിജ്ഞ എടുക്കാം. സത്യദൂഷനെ പോലെ പ്രാർത്ഥിച്ച് പണത്തിനെങ്കിൽ യേശു കടന്നു വരുമ്പോൾ ആ പണമെന്നെ ഉപേക്ഷിച്ച് യേശുവിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ വിടുവിക്കണമേ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ കെട്ടുകൾ അഴിക്കണമേ. യേശുവേ, ഒരുപാട് കാലങ്ങളായി പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്ന എന്നെ
കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറെ വർഷങ്ങളായി ബന്ധിച്ചിട്ടുള്ള ജഡികമായ പാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ചീത്ത ബന്ധങ്ങൾ, അശുദ്ധമായ ഫോൺ വിളികൾ, തമ്പുരാൻ ആഗ്രഹിക്കാത്ത ചില പെരുമാറ്റ ശൈലികൾ, ചീത്ത സിനിമകളുടെ ഉപയോഗം, അങ്ങനെ 6-ാം പ്രമാണത്തിന്റെ മേഖലകളിൽ വന്നിട്ടുള്ള എല്ലാ തിന്മകളും ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ശിരസിനോട് ചേർത്ത് വെച്ച് അതിലുള്ള വന്ന കെട്ടുകളും ബന്ധങ്ങളും പൂർണ്ണമായിട്ട് അഴിഞ്ഞു മാറി ഒരു നല്ല ഹൃദയം ഉണ്ടാകാൻ, നന്നായിട്ട് സ്തുതിക്കാൻ, ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഒരു പുതിയ അഭിഷേകം നമ്മളിലേക്ക് നിറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമൂഹത്തിൽ ആഗ്രഹിച്ചിപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധനത്തെ കർത്താവ് തകർത്ത് ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷെ നിന്റെ പാപങ്ങൾ അവിടുത്തെ അകറ്റിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദര, ഈ നിമിഷം അനുരഞ്ജനപ്പെട്ട് പ്രാർത്ഥിച്ച്, നിലവപ്പെട്ട് പ്രാർത്ഥിച്ച്, നീ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച്, 6-ാം പ്രമാണത്തിലെ ലംഘനത്തിലൂടെ വന്ന് കെട്ടുകൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അശുദ്ധമായ കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, ഫോൺ വിളികൾ, സിനിമകൾ, അത്തരം പാപങ്ങൾ, അത്തരം അശുദ്ധി, എല്ലാ തിന്മകളും വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ വിടുതൽ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് പ്രാർത്ഥിച്ച്, കുറച്ചുകൂടെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച്. ഇനി ഈ സമൂഹത്തിൽ ചില ആൾക്കാർക്ക് ആ മേഖലകളിൽ ഒരു വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദര, ഈ പാപത്തിന്റെ പരിണതഫലം ഗൗരവമേറിയതാണ്. നീ യേശുവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാനത് ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ആ കെട്ട് കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ ചീത്ത കൂട്ടുകെട്ട്, ചീത്ത സിനിമകൾ, ചീത്ത സ്ഥലത്തിലേക്കുള്ള പോക്ക്, അതെല്ലാം നീ ഇപ്പോൾ തന്നെ നിർവീര്യമാക്കി പ്രാർത്ഥിച്ച്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നെ വിടുവിക്കണമേ കർത്താവേ, ആ കെട്ടിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ, വിടുവിക്കണമേ കർത്താവേ. ഹൃദയം ഒരുങ്ങി, കാരണം ഒരുങ്ങി, ശബ്ദപ്പെട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മകനെയും അവരങ്ങ് തൊടണമേ കർത്താവ്, ഓരോരുത്തരങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവ്. ഇന്ന് ചില പ്രത്യേക നിയമങ്ങൾ കൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ യാത്ര ചെയ്ത് നിന്റെ ആലയത്തിൽ നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി കടന്നു വന്ന് ഓരോ മകനെയും മകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ പൂർണ്ണമായും തമ്പുരാന്റെ അത്താറിലേക്ക് സമർപ്പിച്ച് ശുശ്രൂഷ ഒന്നുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ വികാരുടെ ഈശ്വര ആശീർവാദങ്ങൾക്ക് നൽകപ്പെടുന്ന സമയമാണല്ലോ. നിങ്ങൾ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് വീണ്ടും വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊള്ളുക. മനസ്സ് നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് തന്നെ തൊടുന്നോളം സമയം ഞാൻ അവിടുത്തെ വിളിക്കും. അവിടുന്ന് തന്നെ ജീവിതത്തിൽ ഇടപെടുവോളം ഞാൻ വിളിക്കും. അവിടുന്ന് എന്നിലേക്ക് ആശ്വാസമായി കടന്നു വരുവോളം സമയം ഞാൻ വിളിക്കും. ഞാൻ എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കും. ഞാൻ തളർന്നു പോവുകയില്ല, ഞാൻ നിരാശപ്പെട്ടു പോവുകയില്ല. എന്റെ യേശു ഇടപെടും, എന്റെ യേശു ഇടപെടും, എന്റെ യേശു എന്നെ സ്പർശിക്കും, എന്റെ യേശു എന്നെ വിടുവിക്കും, എന്റെ യേശു എന്നെ മോചിപ്പിക്കും, എന്റെ യേശു എന്റെ ജീവിതത്തെ സ്പർശിക്കും, എന്റെ